ഹായ് എവ്രി വൺ. വുമൺ കാർഡ് പറയണതല്ല കേട്ടോ. ഈ അക്ബറിന് എന്താ ശരിക്കും പ്രശ്നം? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രേണു സുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു, അത് പോട്ടെ. ഷാനവാസും ഈ അക്ബറും തമ്മിലുള്ള ഒരു വിഷയം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആശയങ്ങൾ പലതുണ്ടായിരിക്കാം, അത് അവർ സംസാരത്തിലൂടെ തീർക്കട്ടെ. അതിന്റെ ഇടയിലും ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള അണ്ടർവെയർ ഇഷ്യൂ, അനുമോളുടെ കാര്യം എടുത്ത് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അനുമോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അനുമോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനത്തെ വിഷയമൊന്നും സാധാരണ ഞാൻ ചെയ്യാറില്ല. മാത്രല്ല ഈ റിവ്യൂ ചെയ്യുന്നത് തന്നെ എനിക്ക് ശീലമില്ലാത്തൊരു മേഖലയാണ്. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ലൈവ് കണ്ടിട്ട് അപ്പോൾ ക്യാച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യണം, ഈ രീതിയിലാണ് ചെയ്തു വരേണ്ടത് എന്നൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പ്രസന്റ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. എന്താ സംഭവം, ഇത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള സബ്ജക്ട്സ്, ഈ അക്ബർ പറഞ്ഞിട്ടുള്ള ഈ സംഭവം സബ്ജക്റ്റ് ഒക്കെ ആക്ച്വലി നമ്മുടെ രാജ് ടോക്സ് രാജേട്ടനൊക്കെ ചെയ്യേണ്ട സാധനമാണ്. രാജേട്ടൻ അത് ചെയ്യുകയായിരിക്കും. പക്ഷെ പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പറയാണ്. ഇത്രയും മ്ലേച്ഛമായിട്ടുള്ള ഈ ചിന്താഗതി കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ്, ചുറ്റും ക്യാമറകൾ ഉണ്ടെന്ന് അറിയാം, എങ്ങനെയാ അക്ബറിനെ പോലുള്ള ആൾക്കാർക്ക് ഇത്ര വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നതെന്നാണ് ആലോചിക്കുന്നത്. അക്ബറിന് വളരെ പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ അത് കാണുന്നുണ്ടായിരിക്കും കേട്ടോ. പക്ഷെ എന്നാലും പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഭയങ്കരമായിട്ടുള്ള അറിവോടുകൂടി ഷോയിൽ പോയി തിരിച്ചു വന്ന ആളൊന്നുമല്ല. എന്നാലും ഷോയൊക്കെ ഇത്രയും വർഷം കൊണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ റിവ്യൂ ചെയ്യുന്ന പലരെയും കണ്ടുകൊണ്ട് വീഡിയോ പ്രസന്റ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ റിവ്യൂ ചെയ്യാം എന്നുള്ള ഒരു ആശയത്തിൽ തുടക്കം കുറച്ച് വെച്ചുകൊണ്ട് പറയുകയാണ്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾ തമ്മിലുള്ള ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കുക. ഷാനവാസ് തമ്മിൽ പറഞ്ഞു തീർക്കുക. നിങ്ങൾ എല്ലാവരും ഉണ്ട്, അപ്പാനും ശരത്തും കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും കൂടെ ഇത് സംസാരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ് ഈ അണ്ടർവെയറിന്റെ ഇഷ്യൂ എടുത്തുകൊണ്ട് വന്നിട്ട് അനുമോൾ എനിക്ക് ഇതെന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അക്ബറിന് എന്താ ഏത് സ്ത്രീകളെ എന്തും പറയാന്നുള്ളതാണോ? സ്ത്രീകളെ മാത്രം മാറ്റി നിർത്തി പ്രത്യേകം പറയുന്നതല്ല കേട്ടോ. ഇതിപ്പോ രേണുവിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പറയാ. രേണു സെപ്റ്റിക് ടാങ്ക് ആണ് രേണുവിന് കൊടുത്തിട്ടുള്ള പെറ്റ് നെയിം അക്ബർ. ആ വീഡിയോ ഞാനത് മുഴുവനായിട്ട് കാണുന്നതിന് മുമ്പാണ് ഒറ്റ സംഭവം അത് മാത്രം എടുത്തിട്ട്. അതുപോലെ തന്നെ ആദില പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത് അനീഷിനെ ആദില അതിൽ ആദിലയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അനീഷിനെ പീസ് ഓഫ് ഷിറ്റ് എന്ന് വിശേഷിപ്പിച്ചെന്ന് തോന്നുന്നു. നിങ്ങൾക്കൊക്കെ എന്താ ഒരു ചെറിയ ഒരു സെൻസ് ഓഫ് എന്താ ഒരു കോമൺ സെൻസ് പോലും നിങ്ങൾക്ക് ഇല്ലേ? ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലല്ലേ അവിടെ പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എത്ര അടിച്ചമർത്താം, ഏതൊക്കെ രീതികൾ നിങ്ങൾക്ക് വാക്കുകൾ ഉപയോഗിക്കാം, എന്നാലും ഒരു മര്യാദ എന്നുള്ളൊരു സാധനമില്ലേ ഒരാളെ കുറിച്ച് പറയുമ്പോൾ? അതവിടെ നിൽക്കട്ടെ, ആ സാധനം ഞാൻ അതിൽ പറയാതെ പോയി. എന്തായാലും ആദില നൂറയിലെ ആദിലയെന്ന് തോന്നുന്നത് പറഞ്ഞത് അത് തീരെ ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അനീഷിന്റേതായിട്ടുള്ള ഗെയിം പോകണം, നിങ്ങൾക്ക് ഒപ്പോസ് ചെയ്യാവുന്ന കാര്യങ്ങൾ പറയാം. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇത് ചിലത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളായതുകൊണ്ട് എടുത്തു പറയുന്നു മാത്രം. ഇപ്പൊ അക്ബർ ചെയ്തൊരു കാര്യം, അനുമോളെ ഒരു പ്രത്യേക യാതൊരു താല്പര്യവും എന്റെ ഭാഗത്തുനിന്ന് എനിക്കില്ല. ഒരു പ്രത്യേക ഇഷ്ടമൊന്നുമില്ല. എല്ലാ കണ്ടസ്റ്റൻസിനും പോലെ ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ. സ്റ്റാർ മാജിക്കിൽ കണ്ടിട്ടുള്ള അനുമോളെ മാത്രമേ എനിക്ക് അറിയുള്ളൂ. എന്നാലും അക്ബർ എന്തിന്റെ ബേസിലാണ് അനുമോൾ എന്ന് പറഞ്ഞ അനുമോള് എനിക്ക് ഇതാണ് എന്നൊക്കെ പറഞ്ഞു? നിങ്ങൾ ഏത് വികാരത്തോണ്ടാണെങ്കിലും ഏത് വികാര വിക്ഷോഭത്തോടു കൂടി പറഞ്ഞതാണെങ്കിലും അതൊരു പെൺകുട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ ആ സർക്കിളിൽ ആ ഗ്രൂപ്പിൽ ഇരുന്ന കുറച്ച് പേര് മാത്രമേ അത് അറിഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഞാൻ അത് ആരോട് സംസാരിക്കുന്നത്? അക്ബർ ഷോയുടെ ഉള്ളിലാണ്. പുറത്തുള്ള കുറച്ച് പേരെങ്കിലും വിലയിരുത്തട്ടെ എന്ന് കരുതി പറയണം. അക്ബർ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വീണ്ടും വീണ്ടും തെറ്റെന്ന് അവിടെയുള്ള ഓരോരുത്തരും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മറ്റേ അണ്ടർവെയർ ഇഷ്യൂ, അത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആ അത്രയും ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ആ വീട്ടില് ചെറിയൊരു ഒന്നില്ലെങ്കിൽ നമുക്ക് തോന്നണം, ഒരു ഉള്ളുകൊണ്ടൊരു ബോധം തോന്നണം. ജിസേലാണെങ്കിലും അവർക്കൊരു ബോധം തോന്നണം, നമ്മുടെ അണ്ടർവെയർ ഇടേണ്ട സ്ഥലം എവിടെയാണ്. ഞങ്ങളും സീസണിൽ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ തുണി ഉണക്കാനായിട്ട് പുറത്തൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ആ സ്റ്റാൻഡില് ഒരു 10 പേർക്ക് 15 പേർക്ക് ഇടാവുന്നതിൽ കൂടുതൽ എന്താ പറയുക സാധനങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് ഇടാൻ സ്പേസ് ഇല്ലായിട്ടും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ടിരുന്നത്. അത്ര ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ ഓപ്പൺ ആയിട്ടുള്ള ഒരു ട്രീയുടെ മുകളിലൊക്കെ കൊണ്ടുപോയിട്ട് ഇത് ഹാങ് ചെയ്യുമ്പോൾ അത് ചെയ്തവർ ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ അതൊരു ഇഷ്യൂ ആയിട്ട് അത് ക്യാമറയിൽ പൊക്കി കാണിച്ചു, നിങ്ങൾ അത് കാണിക്കാൻ പാടില്ല എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പൊ നമ്മുടെ റെന അതിന് വേണ്ടിയിട്ട് ഒരു വിഷയം ഉണ്ടാക്കുന്നുണ്ട്. കുറച്ചു നേരം റെനയെ കണ്ടില്ല. റെന ഇപ്പൊ ഒരു ഇഷ്യൂ ആയിട്ട് വന്നിട്ട് അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇരിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് അതൊരു ഇഷ്യൂ ആയിട്ട്. ചെയ്യേണ്ട കാര്യം അവനവൻ കൃത്യമായിട്ട് ചെയ്യണം. ജിസെലിനാണെങ്കിൽ അത് അറിയില്ലെങ്കിൽ അറിയേണ്ട കാര്യങ്ങൾ ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസിൽ ഫ്ലോർ ടീമാണ് അത് ക്ലീൻ ചെയ്യുന്ന ടീമാണ് അവിടെ ഉള്ളതെങ്കിൽ അവർ കാണുമ്പോൾ അവർ പറയും. ആ പറഞ്ഞുകൊണ്ട് ഇന്ന സംഭവം നമ്മുടെ സീസണിൽ ബ്ലെസ്ലിയെ ആരൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലൊരു സംഭവം. ഇത് ഇങ്ങനെ പർപ്പസ്ഫുള്ളി ഒരാളെ മോശമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് തെറ്റാണ്. അങ്ങനെ ചെയ്യണം എന്നുള്ളതല്ല. നമുക്ക് ശ്രദ്ധിച്ചൂടെ? നമ്മുടെ പേഴ്സണൽ തിങ്സ് ആണെങ്കിൽ അത് ഉണക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മാറ്റി നമ്മൾ കണ്ടെത്തണം. അതല്ലെങ്കിൽ ക്ലീനിങ് ചെയ്യുന്ന ടീം ഇത് ആരുടെയാന്ന് ചോദിക്കും. അത് അവരുടെ രീതിയല്ലേ.
അതിപ്പോ അവരെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ? എല്ലാ സംഭവം 24/7 ലൈവാണ്, എയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പിസോഡിൽ ഇതിന്റെയൊക്കെ ഒരു 30% മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ വക സംഭവങ്ങളൊന്നും എപ്പിസോഡിൽ അവർ കൃത്യമായിട്ട് കാണിച്ചോളുന്നില്ല. എങ്കിൽ പോലും ഇത് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതല്ലാതെ ഇതിനെ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ കാണിച്ചു എന്ന് മറ്റുള്ളവർ കാണിച്ചതിനെ എടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അക്ബറിനെ പോലുള്ളവരെ ഈ സംസാരം, നിങ്ങൾ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്ന കൂട്ടത്തില് അനുമോളെ പറഞ്ഞതിന് പൊള്ളി, അനുമോൾ എനിക്ക് ഇതാണ് എന്ന് പറഞ്ഞതിന് ഷാനവാസിന് പൊള്ളിയോ? പിടിച്ചു പിടിച്ച് എന്റെ മുടി പനിയൊക്കെ കാരണം ഞാൻ അല്ലെങ്കിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അനുമോളെ പറഞ്ഞപ്പോ ഷാനവാസിന് പൊള്ളി. എന്താണ് അക്ബർ പറയണത്? ഇതൊക്കെ പ്രേക്ഷകരെ പോലെ ഞാനും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിന്റെ പ്രേക്ഷകർ വളരെ ശ്രദ്ധയോടുകൂടി കാണുന്നു. ഒരു പ്രേക്ഷക എന്ന രീതിയിൽ ബിഗ് ബോസ് കാണുമ്പോൾ കുറെ അധികം കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നടക്കുന്നു. അനീഷ് പതിവ് പോലെ എന്തെങ്കിലും സംസാരിക്കുന്നു, സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഒരു ത്രെഡ് ഇട്ട് കൊടുത്തിട്ട് അത് കഴിഞ്ഞ പിന്നെ മൗനം പാലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടത്തിലും നീളത്തിലും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അനിശരത്തൊക്കെ നല്ല രീതിയിൽ പൊളിഞ്ഞ് സംസാരിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ അതിന്റെ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ഓരോരുത്തരും മുന്നോട്ട് വരുന്നു. മുൻഷി രഞ്ജിത്തേട്ടൻ പറയാതെ വയ്യ. രഞ്ജിത്തേട്ടൻ എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. രഞ്ജിത്തേട്ടൻ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ അനുമോളെ പിടിച്ചിരുത്തി കുറെ നേരം സംസാരിച്ചു. അനുമോളോട് കുറെ കാര്യങ്ങൾ, അനുമോൾ അങ്ങനെയാണോ, അനുമോളുടെ ഉദ്ദേശം പ്രേക്ഷകർ ഇങ്ങനെ വിചാരിക്കുന്നതാണോ വിചാരിക്കുന്നത്, അനുമോളുടെ വീട്ടിൽ ഇങ്ങനെയാണോ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നതൊന്നും അറിയുന്നില്ല. എന്താണെങ്കിലും ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള ഈ കുറച്ച് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആശയവിനിമയം നടത്തുന്നത് അവരവരുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾ സംസാരിച്ച് ജയിക്കാൻ നോക്കുന്നത് നല്ലതായിരിക്കും. മത്സരാർത്ഥി എന്ന നിലയിൽ അക്ബർ ഇത് 2ാമത്തെ തവണയാണ് ഒരു സ്ത്രീയെ പറയുന്നത്. രേണു സുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞു. ഗെയിമിലാണെങ്കിലും നിങ്ങൾക്കൊരു മര്യാദ പാലിക്കാമായിരുന്നു. അനുമോളെ നിങ്ങളിപ്പോ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ആക്ട് തീരെ ശരിയായിട്ട് തോന്നിയില്ല. അതുപോലെ ആദില നൂറ, ആദില ആ ഗെയിമിൽ തന്നെ പെറ്റ് നെയിം കൊടുക്കുന്ന നെയിമിൽ അനീഷിനെ പീസ് ഓഫ് ഷിറ്റ് എന്ന് വിളിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. Till then, this is Vijay Shali signing off.